पवित्र चरणों में आने के लिए, परमेश्वर में देने वाला हर एक अच्छा अनुभव के लिए परमेश्वर को धन्यवाद देता हूँ। ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर भला है और उसकी करुणा सदा की है। ദൈവം നല്ലവനാണ്, അവന്റെ दया എന്നേക്കുമുള്ളതാകുന്നു. आमीन। परमेश्वर की कृपा निरंतर हमारे व्यक्तिगत जिंदगियों में हम हर पल अनुभव करते रहने पाए। ദൈവത്തിന്റെ ദയ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയാകട്ടെ. हम जिस संसार में हम रहते हैं हमारे लिए अनुकूल नहीं है, लेकिन परमेश्वर हर पल हमें आमीन उसकी आंखों के पुतली के समान हमें संभालते हैं। നാം താമസിക്കുന്ന ഈ ലോകം, ഈ പരിസ്ഥിതികളൊന്നും നമ്മൾക്ക് അനുകൂലമല്ല എങ്കിൽ പോലും ദൈവം നമ്മളെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ സൂക്ഷിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की महिमा होने पाए। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. भजन संहिता 84 और उसके 5वें आयत की ओर हमारे ध्यान हम लेकर आएंगे। भजन संहिता 84 उसके 5वें आयत की ओर हमारे ध्यान हम लेकर आएंगे। സങ്കീർത്തനങ്ങൾ 84ന്റെ 5ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. हालेलुया। जिसका बल परमेश्वर पर है, यहाँ पर लिखा गया है वो भाग्यशाली व्यक्ति है करके यहाँ पर दाऊद कहता है। ഇവിടെ ബലം നിന്നിലുള്ള മനുഷ്യൻ എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. हालेलुया। यहाँ पर भजन संहिता लिखने वाला कहता है कि हमारा बल परमेश्वर पर होना बहुत जरूरी है। നമ്മുടെ ബലം കർത്താവിലായിരിക്കേണ്ടത് ആവശ്യമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. आज सुबह के वक्त हम अपने आप से एक बार पूछने पाए कि हमारा बल कहाँ पर है, किसकी ओर है, वो ध्यान देना बहुत जरूरी है। നമ്മൾ ഇന്ന് രാവിലെ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, നമ്മുടെ ബലം നമ്മൾ എവിടെയാണ് അർപ്പിച്ചിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. हालेलुया। उसके पहले आयत में सेनाओं का यहोवा के बारे में बताया गया है। അവിടെ സൈന്യങ്ങളുടെ യഹോവയെ കുറിച്ച് ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. How lovely is your dwelling place, Lord Almighty करके वहां पर बताया है। തിരുനിവാസം എത്ര മനോഹരമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. हालेलुया। और किसकी आराधना करने के लिए आते हैं? वो सेनाओं का यहोवा परमेश्वर है करके वहां पर बताया गया है। നാം ആരെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു? അവൻ സൈന്യങ്ങളുടെ യഹോവയാകുന്നെന്ന് പറഞ്ഞിരിക്കുന്നു. आज हमारा बल कहाँ पर है वो ध्यान देना बहुत जरूरी है। നമ്മുടെ ബലം ഇന്ന് എവിടെയാണ് ഉള്ളതെന്ന് നാം ഒന്ന് ശ്രദ്ധിക്കണം. हमारे मानुषिक बुद्धि के ऊपर हमारा बल या आश्रय रखा है, या हमारे सिचुएशन के ऊपर हमारा आश्रय रखा है या नहीं, हम ध्यान देना बहुत जरूरी है। നമ്മുടെ കഴിവുകളിലും പ്രാപ്തികളിലുമാണോ നമ്മൾ നമ്മുടെ ബലം അർപ്പിച്ചിരിക്കുന്നത് എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കണം. कुछ लोगों के बारे में जल्दी से परमेश्वर के वचन से याद दिलाकर उस भाग की ओर आपका ध्यान में लेकर आना चाहूंगा। ചില വ്യക്തി ജീവിതങ്ങളെ തിരുവചനത്തിൽ നിന്ന് പരിചയപ്പെടുത്തി ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചെലുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. शाऊल राजा के बारे में हम पढ़ते हैं। ശൗൽ രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. शाऊल राजा का एक खासियत ये है कि वो अपने कंधों से और भी लंबा वाला एक व्यक्ति था करके बताया गया है। ശൗലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, തോൾ മുതൽ പൊക്കമുള്ളവൻ എന്നാണ് ശൗലിനെ കുറിച്ച് വായിക്കുന്നത്. वो यदि कहीं पर खड़ा है तो भीड़ के बीच में भी उसे दिखाई देता है। ഏതെങ്കിലും ജനക്കൂട്ടത്തിനിടയിൽ നിന്നാലും ശൗലിനെ പ്രത്യേകം തിരിച്ചറിയാം. अच्छा हाइट है, और उसके साथ हमें स्पेसिफिकली मेंशन किया है कि उसके कंधों से लेकर और भी वो लंबा है। തന്നെ എവിടെ നിന്നാലും പ്രത്യേകിച്ച് അറിയുവാൻ കഴിയും. തന്നെ കുറിച്ച് ഇങ്ങനെ വിശേഷത പറഞ്ഞിരിക്കുന്നത് തന്റെ തോൾ മുതൽ നന്നായി പൊക്കമേറിയവൻ എന്ന ഒരു വിശേഷത തന്നെ കുറിച്ച് പറയുന്നുണ്ട്. बड़े भीड़ के बीच में भी यदि खड़ा है तो शाऊल को दिखाई देगा। വലിയ ആൾക്കൂട്ടത്തിനിടയിലും ശൗലിനെ അറിയാം. हालेलुया, प्रेज द लॉर्ड। मैं भी हाइट करीबन 6 फुट का हाइट है, इसके लिए कहीं पर भी यदि जाके खड़े हैं तो लोग को दिखाई देगा कि पास्टर वहां पर आया है। ദേവദാസിന് 6 ഫീറ്റോളം പൊക്കമുള്ളത് കൊണ്ട് എവിടെ ചെന്ന് നിന്നാലും ആൾക്കാർക്ക് അറിയാം പാസ്റ്റർ വന്നിട്ടുണ്ട്. लेकिन मेरा हाइट नहीं, शाऊल का हाइट बहुत ही ज्यादा है। ഈ ഒരു പൊക്കമല്ല, ശൗലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നല്ല പൊക്കമാണ്. कुछ लोग कहते हैं कि मेरा गला बहुत छोटा है।
എന്നോട് ചില ആളുകൾ പറയാറുണ്ട് പാസ്റ്ററിന് കഴുത്ത് കുറവാണെന്ന്. हालेलुया। लेकिन शाऊल का ऑपोजिट है, गला बड़ा लंबा है और उसे लोगों के बीच में दिखाई देता है। എന്നാൽ ശൗൽ അങ്ങനെയല്ല. ശൗലിന് കഴുത്തിന് നല്ല നീളമാണ്. ആളുകൾക്ക് പെട്ടെന്ന് കാണാം. इसके लिए उसका प्रशंसा हर एक समय उसका उस ऊंचाई में, उसकी लंबाई में हर एक समय दिखाई देता है। അതുകൊണ്ട് അവന്റെ ഒരു സ്വയമായ ഒരു അഹങ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രശംസ എന്ന് പറയുന്നത് അവന്റെ പൊക്കം ഒരു വിഷയമായിരുന്നു. परमेश्वर का वचन भी उसका क्वालिटी, उसका खासियत के बारे में जरूर मेंशन कर रहा है। ദൈവവചനവും അവന്റെ ഈ വിശേഷതയെ कुറിച്ച് പ്രശംസിക്കുന്നുണ്ട്. हालेलुया। हाइट बढ़ना भी अच्छा बात है, हाइट यदि कम है तो भी अच्छा बात ही है। നല്ല പൊക്കം ഉണ്ടെങ്കിലും നല്ലതാ, പൊക്കം ഇനി കുറവാണെങ്കിലും എല്ലാം നല്ലതാ. जो जिनका हाइट ज्यादा है वो यदि केरला का केएसआरटीसी या प्राइवेट बस में बैठा तो बहुत मुश्किल है, घुटने में इतना दर्द होता है, सही प्रकार सीट में बैठ नहीं पाता है। നല്ല പൊക്കം കൂടിയ വ്യക്തിയാണെങ്കിൽ കേരളത്തിൽ കടന്നു ചെന്നാൽ അവരുടെ മുട്ട് ഇടിച്ചിട്ട് വേദനിച്ച് ഇരിക്കാൻ പോലും കഴിയത്തില്ല. और यदि हम खड़े भी हैं तो सिर भी ऊपर लग जाता है। നമ്മൾ നിൽക്കുവാണെങ്കിലും തല മേലിടിക്കും. हालेलुया। हमें तब हमें लगता है कि हमें हाइट कम रहता तो बहुत अच्छा होता। അന്നേരം നമ്മൾ ചിന്തിക്കും പൊക്കം കുറവാണെങ്കിൽ നല്ലതായിരുന്നു. हालेलुया। यदि कहीं पर भी विलेज में यदि सेवकाई के लिए जाते हैं, कुछ घरों में झुक कर जाकर उस घर के अंदर प्रवेश करना पड़ता है। വില്ലേജുകളിലൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ ഗ്രാമത്തിലൊക്കെ വീടുകളിൽ കുനിഞ്ഞ് തലയൊക്കെ സൂക്ഷിച്ച് കയറേണ്ടതായി വരും. वहां पर सीधा सही प्रकार हम खड़े रह नहीं पाएंगे। അവിടെ നമ്മൾക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. हालेलुया। तब लगता है कि यदि हाइट कम होता तो अच्छा होता। അന്ന് ചിന്തിക്കും കുറച്ച് പൊക്കം കുറവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. लेकिन परमेश्वर हमारा हमें कहां पर डालना है, किस जगह पर सेवकाई के लिए खड़ा करना है जानता है। इसके लिए सही प्रकार का हाइट में परमेश्वर ने हमें सृष्टि किया है। എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ദൈവ പദ്ധതി പ്രകാരം അവന്റെ ശുശ്രൂഷ എവിടെ ചെയ്യണം, നാം എവിടെ ആയിരിക്കണം എല്ലാം അറിഞ്ഞ് തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. हाइट होने का भी कुछ खासियत है। हम जब मेरठ में परमेश्वर की सेवकाई करते थे, तब मैं इतना मोटा नहीं था। इसके लिए लोग देखकर उन्हें लगता था कि मैं मिलिट्री का ऑफिस में वर्क करता हूँ। ഹൈറ്റ് ഉള്ളതിനും ഒരു പ്രയോജനമുണ്ട്. മീററ്റിൽ കർത്താവിന് വേല ചെയ്യുന്ന സമയത്ത് അന്ന് ഇത്രയും വണ്ണമില്ലായിരുന്നു. അന്ന് പൊക്കവും ഒക്കെ കണ്ട് ആളുകൾ ചിന്തിക്കുമായിരുന്നു ഞാൻ ഒരു പട്ടാളക്കാരനാണെന്ന്. हालेलुया। यदि कहीं पर भी जाए तो बड़ा रिस्पेक्ट मिलता है, क्योंकि वो एक कंटोनमेंट एरिया है। इसके लिए मैं भी शायद एक फौजी है या ऑफिसर है सोचकर वे बड़े रिस्पेक्ट के साथ बात करते थे। എവിടെയെങ്കിലും ഒക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ഓഫീസർ ആണെന്ന് വിചാരിച്ച ആളുകൾ ഒത്തിരി ബഹുമാനിക്കുമായിരുന്നു. हालेलुया। मैं खुदा का ऑफिसर था, इसके लिए मैं भी उसमें प्रशंसा लेता था। കർത്താവിന്റെ പട്ടാളക്കാരനായതുകൊണ്ട് അതിൽ എനിക്കും ഒരു സന്തോഷമുണ്ടായിരുന്നു. हालेलुया। हाइट होना भी बहुत ही अच्छा बात है। हालेलुया। परमेश्वर हमें हर एक समय जानते हुए ही सारे बातों के लिए तैयार करता है। പൊക്കമുള്ളതും നല്ലതാണ്. ദൈവം എല്ലാം അറിഞ്ഞു തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. शाऊल का प्राइड उनके हाइट में केवल था, और केवल वही नहीं बल्कि हालेलुया शाऊल के बारे में बताया गया है कि जो लोग अच्छा युद्ध लड़ते थे, अच्छा काबिलियत रखते हैं, उनको अपनी सेना में या अपने टीम में वो इन्वॉल्व करना शुरू कर दिया। ശൗലിനെ കുറിച്ച് പറയുന്നത് അവനവന്റെ പൊക്കത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എവിടെ ഒരു നല്ല ആളിനെ കണ്ടാലും നല്ല കഴിവും പ്രാപ്തിയും ഉള്ളവനെ എല്ലാം ശൗലിന്റെ കൂടെ കൂട്ടുമായിരുന്നു. यदि किसी ने अच्छा तलवार चला लिया तो उसको भी अपने टीम में ले लेता है। നന്നായി വാൾ ഉപയോഗിക്കുന്നവനാണെങ്കിൽ അവന്റെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടും. अच्छी तरीके से लड़ाई करने के लिए जानते हैं तो उसे भी अपने टीम में ले लेता है। നന്നായി വഴക്കുണ്ടാക്കാൻ പോരടിക്കുവാൻ അറിയുന്നവനാണെങ്കിലും ശൗലിന്റെ കൂടെ. यदि अच्छी तरीके से आर्ग्यू करना आता है तो उसे भी अपने टीम में ले लेता है। നന്നായിട്ടൊന്ന് വാദിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അവനെയും കൂടെ അങ്ങ് കൂട്ടും. केरला के चर्चेस में आजकल वही हो रहा है। यदि आप अच्छी तरीके से बोलना जानते हैं तो उन्हें आपका आपको उनका टीम में ले लेगा। നാട്ടിലൊക്കെ ഇന്നത്തെ സഭകളിൽ ഇതാണ് നടക്കുന്നത്. നന്നായി സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അവനെ ഒരു ടീമിൽ അങ്ങ് ചേർക്കും. सेवकाई के बारे में नहीं, पॉलिटिकली यदि बात करना जानते हैं तो उन्हें आप उनका टीम में वे ले लेते हैं। ശുശ്രൂഷയുടെ വിഷയത്തിലല്ല, രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഉള്ള ടീമുകളിൽ നമ്മളെ ചേർക്കും. हालेलुया। संस्थाओं का नाम मैं कहना नहीं चाहता हूं, लेकिन हम सब जानते हैं हालेलुया आजकल सेवकाई का क्राइटेरिया नहीं देखते हैं, बल्कि वो लीडर के साथ हम लड़ाई करते सही प्रकार उस लीडर के लिए डिफेंड करते हुए
लड़ाई करना जानते हैं या नहीं वो देखते हैं और उसके अनुसार वे अपने ग्रुप में आई मीन जोड़ते हैं। പ്രസ്ഥാനങ്ങളുടെ പേര് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്കറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ ശുശ്രൂഷയ്ക്ക് സഹായത്തിന് വേണ്ടിയല്ല ഇങ്ങനെ ചേർക്കുന്നത്. ആ നേതൃത്വത്തിന് കൂടെ നിന്ന് വാദിക്കുവാൻ, സംസാരിക്കുവാൻ കഴിവും പ്രാപ്തിയും ഉള്ളവരെ ആ ഗ്രൂപ്പിൽ അങ്ങ് ചേർക്കുന്നു. हालेलुया। और यहाँ पर शाऊल ने भी उसी प्रकार किया, अपने इरादा के अनुसार लड़ाई करने वाले या अपने हृदय के अनुसार कार्यों को करने वाले कुछ अच्छा टैलेंटेड लोगों को अपने टीम में वे जोड़ लेता है। ഇവിടെ ശൗലും അത് തന്നെയാണ് ചെയ്തത്. തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോരാടാനും യുദ്ധം ചെയ്യാനും വഴക്കുണ്ടാക്കാനും പ്രാപ്തിയുള്ളവനെ എല്ലാം ശൗൽ തന്റെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടി. उसका बल अब परमेश्वर पर नहीं है बल्कि अपने आप पर है, अपने आप का काबिलियत पर होना शुरू हो गया। ഇപ്പോൾ ശൗലിന്റെ ബലം എന്ന് പറയുന്നത് ദൈവത്തിലായിരുന്നില്ല. അവൻ തന്റെ കഴിവിലും താൻ സമ്പാദിച്ചതിലും തന്റെ പ്രാപ്തിയിലുമാണ് താൻ ആശ്രയിച്ചത്. आई मीन ऐसे समय में परमेश्वर एक गोलियत को खड़ा करता है। ആ സമയത്താണ് ദൈവം ഒരു ഗോലിയാത്തിനെ तന്റെ മുന്നിൽ നിർത്തിയത്. हालेलुया। फिलिस्ती सेनाओं में गोलियत को परमेश्वर खड़ा कर रहा है। ഫെലിസ്ത്യരുടെ ഇടയിൽ നിന്ന് ഒരു ഗോലിയാത്ത് എണീച്ചു. आई मीन शाऊल का प्राइड यदि ऊंचाई है तो उससे भी ऊंचाई वाला एक गोलियत को परमेश्वर खड़ा कर रहा है। ശൗലിന്റെ അഹങ്കാരം ഒരു പൊക്കത്തിലാണെങ്കിൽ അവനേക്കാൾ പൊക്കമുള്ളവൻ വന്ന് അവനെ വെല്ലുവിളിക്കുകയാണ്. हालेलुया। यदि शाऊल का घमंड, यदि युद्ध लड़ने वाला काबिलियत रखने वाले लोग हैं तो अच्छा युद्ध कुश्ती लड़ने वाले आई मीन एक गोलियत को परमेश्वर खड़ा कर रहा है। നല്ല യുദ്ധം ചെയ്യുന്ന കഴിവും പ്രാപ്തിയും ഉള്ളവരിലായിരുന്നു ശൗലിന്റെ ബലം താൻ വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വെല്ലുവിളിക്കുന്ന യുദ്ധത്തിനായി അവൻ പുറപ്പെട്ടു വരുവാൻ പറയുന്ന ഒരുവനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. गोलियत आकर ललकार रहा है और शाऊल के सामने चेतावनी दे रहा है ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുന്നു. ശൗലിന് നേരെ തന്നെ താൻ വെല്ലുവിളിക്കുകയാണ്. और कहता है कि तू अकेला आकर दिखा करके बोलकर उसके और ललकार रहा है। ഒരുവൻ ഉണ്ടെങ്കിൽ നീ വരിക എന്ന് പറഞ്ഞ് ഗോലിയാത്ത് ശൗലിനെ വെല്ലുവിളിക്കുക. सच में युद्ध जब लड़ा जाता है तो दो राज्यों के खिलाफ युद्ध लड़ा जाता है। पर्सनली किसी को कभी भी टारगेट करते हुए उन्हें नहीं बुलाते हैं। എപ്പോഴും യുദ്ധം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ്. ഇവിടെ ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് നോക്കി കണ്ട് അവനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു വശമില്ല. लेकिन इनका आई मीन कमजोरियों को या इनका घमंड को समझते हुए परमेश्वर एक व्यक्ति को खड़ा करता है और वो एक व्यक्ति आकर इस एक व्यक्ति को ही चुनौती दे रहा है। ഇവന്റെ അഹങ്കാരം കണ്ട് അവൻ കഴിവിലും പ്രാപ്തിയിലും ആശ്രയം വച്ചിരിക്കുന്ന വിഷയത്തിൽ തന്നെ ദൈവം ഒരുവനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. सचमुच में यदि शाऊल एक भी बार कह लेता कि खुदा तू मेरा बल है, तू मेरा मदद कर, तो परमेश्वर खुद आकर उसके लिए युद्ध लड़ता था। നാം ഒന്ന് ചിന്തിക്കണം. ഒരു വട്ടമെങ്കിലും ശൗൽ ഒന്ന് ശരിയായി തിരിച്ചറിഞ്ഞ ദൈവമേ ഈ സാഹചര്യത്തിൽ നീ എന്റെ ബലമാ, നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം യുദ്ധം ചെയ്യുകയില്ലായിരുന്നോ? आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? हालेलुया, प्रेज द लॉर्ड, हालेलुया। शाऊल आई मीन एक भी बार परमेश्वर के सामने घुटने टिकाने के लिए या परमेश्वर को एक्नॉलेज करने के लिए वो तैयार नहीं हो रहा है। ശൗൽ ഒരിക്കലും ദൈവത്തിൽ ആശ്രയിപ്പാനോ ദൈവമാണ് ആമേൻ ജയം നൽകുന്നതെന്ന് ചിന്തിപ്പാനോ പോലും താൻ ഒരുങ്ങിയില്ല. हालेलुया। बल्कि वो अपने ही आश्रय या अपने ही उस कवच पर वो अपना भरोसा रख रहा है। അവൻ തന്റെ കഴിവിലും തന്റേതായിരിക്കുന്ന കവചത്തിലും തന്റെ ആശ്രയമാണ്. इसके लिए दाऊद नाम का छोटा सा बालक जब आया तो उसे भी उसका कवच पहनाने का कोशिश कर रहा है। അതുകൊണ്ടല്ലേ ആ ചെറിയ ബാലനായിരിക്കുന്ന ദാവീദ് ഇറങ്ങിത്തിരിക്കുമ്പോഴും അവനെയും ശൗല് തന്റെ കവചം എടുത്ത് അണിയിപ്പിക്കുകയാണ്. हालेलुया। दाऊद को पता चला कि शाऊल के कवच पहनते हुए जाकर मैं युद्ध लड़ूंगा तो जरूर मैं पराजित हो जाऊंगा। എന്നാൽ ദാവീദ് ഒരു കാര്യം പറഞ്ഞു, ശൗലിന്റെ കുപ്പായവും ഇട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു പോകും. इसके लिए वो कहता है कि मैं आई मीन जीवित परमेश्वर यहोवा के नाम के नाम में मैं तेरे खिलाफ आ रहा। അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, ഇതൊന്നുമല്ല, ഞാൻ ജീവിക്കുന്ന ആമേൻ യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. He is ready to acknowledge God। परमेश्वर के बारे में वो acknowledge करने के लिए तैयार हो रहा है। ദാവീദ് ജീവനുള്ള ദൈവത്തെ ആമേൻ പറയുവാൻ, അവന്റെ നാമത്തെ ഓർക്കുവാൻ തയ്യാറായി. एक छोटा सा बालक, उसके पास किसी प्रकार का कवच नहीं है, युद्ध लड़ने का कोई भी तजुर्बा उसके पास नहीं है, लेकिन वो जब यहोवा के नाम में आ रहा है, यहोवा परमेश्वर उसके लिए युद्ध लड़ने
के लिए तैयार हो रहा ഒരു है। ചെറിയ ബാലൻ അവന് യുദ്ധം ചെയ്യുവാനുള്ള കഴിവോ പ്രാപ്തിയോ അതിനുള്ള പരിചയമോ ഒന്നും താൻ സമ്പാദിച്ചിട്ടില്ല. പക്ഷേ ആമേൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവൻ ആശ്രയിച്ചു. അവന് യുദ്ധത്തിൽ ജയമുണ്ടായി. आज सुबह के वक्त हम किसके नाम में हम आए हुए हैं, हम जानना बहुत जरूरी നാം है। ആരുടെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു എന്നുള്ള ഒരു അറിവ് നമ്മൾക്ക് ഇന്ന് രാവിലെ क्या ഉണ്ടാകട്ടെ. यहोवा मेरा बल है? आज हमें समझना बहुत जरूरी है। നമ്മുടെ ബലം യഹോവയിലാണോ അവനിലാണോ എന്നുള്ളത് നാം ഒന്ന് ശോധന ചെയ്യുക. हालेलुया। मैं अपने आप पर, मेरा बल पर, मेरा सब कुछ पर मैं यदि आश्रय रखता हूं, परमेश्वर मेरा बल नहीं बन सकता है। यदि दाऊद के समान परमेश्वर मेरा बल है, यदि कहने के लिए तैयार हो जाए तो यहोवा खुद हमारे लिए युद्ध लड़ने के लिए तैयार है। നാം നമ്മിൽ തന്നെയും നമ്മുടെ കഴിവുകളിലും നമുക്കുള്ളതിലും ആശ്രയം വയ്ക്കാതെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ബലം സൈനികളുടെ ദൈവമായ യഹോവയിൽ ദാവീദ് അർപ്പിച്ചതുപോലെ നാം വെക്കുവാൻ തയ്യാറായാൽ നാം ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ദൈവം നമുക്ക് വിജയം തരുവാനിടയാകും. हालेलुया। परमेश्वर हमारे स्तुतियों को जानते हुए हमारे लिए युद्ध लड़ने वाला परमेश्वर है। നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ വിഷയത്തിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. दूसरे एक व्यक्ति के बारे में जल्दी से हम देखेंगे। उत्पत्ति के किताब उसके 31 अध्याय उसके 29th आयत की ओर हमारे ध्यान हम लेकर आएंगे। उत्पत्ति के किताब उसके 31 अध्याय उसके 29th आयत की ओर हमारे ध्यान हम लेकर आएंगे। ഉൽപ്പത്തി 31ന്റെ 29ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകട്ടെ നിന്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോന്നു. बस वहां पर लाबान याकूब से कहने वाले शब्दों को हमने वहां पर पढ़ा है। അവിടെ ലാബാൻ യാക്കോബിനോട് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചത്. लाबान कहता है कि तेरे खिलाफ युद्ध लड़ने का सामर्थ्य मैं जरूर रखता हूं। യാക്കോബിനോട് പറയുകയാണ് നിന്നോട് യുദ്ധം ചെയ്യുവാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ എനിക്കുണ്ട്. तुझे पूर्ण तौर से मिटा डालने का हिम्मत मेरे पास है। നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാനുള്ള ആമേൻ എല്ലാ കാര്യങ്ങളും കഴിവുകളും എനിക്കുണ്ട്. तुझे पराजित करने वाला बल मेरे पास है करके लाबान कह रहा है। നിന്നെ തോൽപ്പിക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. लेकिन एक ही कंडीशन, मैं तेरे खिलाफ युद्ध नहीं लड़ रहा हूं क्योंकि तेरा परमेश्वर कल रात को मेरे पास आया और वार्निंग दिया, इसके लिए मैं तेरे खिलाफ युद्ध नहीं लड़ रहा हूं। എന്നാൽ ഇന്നലെ രാത്രി ആമേൻ നിന്റെ ദൈവം നിന്റെ പിതാക്കന്മാരുടെ ദൈവം എന്നോട് നിനക്ക് ദോഷം ചെയ്യരുത് ഗുണവും ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. हालेलुया। प्रेज़ लॉर्ड। उनके पास एबिलिटी है लेकिन परमेश्वर ने उसके एबिलिटी को डिसेबल कर दिया। അവന് കഴിവുണ്ട്, പക്ഷെ ദൈവം കടന്നു ചെന്ന് അവന്റെ കഴിവുകളെ അപ്രാപ്തമാക്കി കളഞ്ഞു. हालेलुया। लाबान के पास काबिलियत है लेकिन यहोवा परमेश्वर ने जब लाबान के पास आकर बातें किया तब वो डिसेबल्ड हो गया। वो युद्ध लड़ नहीं पा रहा है याकूब के खिलाफ। അവിടെ ലാബാന് യുദ്ധം ചെയ്യുവാനുള്ള സകല പ്രാപ്തിയും സകല കഴിവുകളും സകലതും തന്റെ വശത്തുണ്ടെങ്കിൽ പോലും അന്ന് രാത്രി ദൈവം ഇടപെട്ടപ്പോൾ അവൻ അശക്തനായി അപ്രാപ്തനായി അവന്റെ കഴിവുകേടായി മാറി. हमारे लिए बातें करने वाला एक परमेश्वर है। നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം. यदि हम निर्बल है हमारे लिए बल बनने वाला एक यहोवा परमेश्वर है। നമ്മുടെ ബലം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ബലം തരുന്ന ഒരു ദൈവം. यदि आप सामना कर नहीं पाते हैं परमेश्वर पर यदि हम भरोसा रखें तो परमेश्वर हमारा सहारा बनने वाला है। നമ്മൾ ഒരു വിഷയത്തെ നേരിടുവാൻ നമുക്ക് കഴിവില്ല പ്രാപ്തിയില്ല എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ ആ വിഷയത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. हालेलुया। मेरे कमजोरियों में भी परमेश्वर मेरा सामर्थ्य बन जाता है। എന്റെ ബലഹീനതയിൽ ദൈവം എനിക്ക് ബലമായി മാറും. हालेलुया। लाबान कहता है कि मैं तुझे खत्म कर सकता हूँ ലാബാൻ പറയുക എനിക്ക് നിന്നെ ഇന്ന് തീർക്കാനേ ഉള്ളൂ. लेकिन तेरा परमेश्वर ने इसका बीच में आकर खड़ा हो गया। എന്നാൽ ദൈവം ഇതിനിടയിൽ വന്ന് നിന്നത് കൊണ്ട് ഇടപെട്ടത് കൊണ്ടാകുന്നില്ല. हालेलुया।
प्रेज द लॉर्ड, हालेलुया। ആമേൻ. ऐसे कितने समय, हालेलुया, परमेश्वर हमारे लिए उतर कर आया, इसके लिए आज भी हम सुरक्षित हैं। അങ്ങനെ എത്രയോ സാഹചര്യങ്ങളുണ്ട് ദൈവം നമുക്ക് വേണ്ടി ഇടയ്ക്കിറങ്ങിയത് കൊണ്ട് നമ്മൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. हमें शत्रु हमें खत्म करने का इरादा बनाया था, लेकिन परमेश्वर ने मेरे लिए बातें करने के लिए उतर कर आया, इसके लिए आज भी मैं सुरक्षित हूँ। ശത്രു നമ്മെ നശിപ്പിച്ചു കളയുവാനുള്ള ഉദ്ദേശവുമായി ഇറങ്ങി വന്നിടത്ത് ദൈവം ഇടയ്ക്ക് ഇറങ്ങി വന്ന് നിന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ജീവനോട് സുരക്ഷിതരായിരിക്കുന്നു. कितने ऐसे लोगों से परमेश्वर ने बातें किया, इसके लिए आज भी हम सुरक्षित हैं। അങ്ങനെ എത്രയോ ആളുകളോട് ദൈവം നമുക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്നും कितने സുരക്ഷിതരായിരിക്കുന്നത്. ऐसे लाबानों को परमेश्वर ने चुप कर दिया, इसके लिए आज भी हम सही सलामत हैं। ഇങ്ങനെ എത്രയോ ലാഭാന്മാരെ ദൈവം അടക്കി വെച്ചത് കൊണ്ട് നാം ഇന്നും സുരക്ഷിതരാണ്. आपने कभी ऐसा अनुभव किया है? നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? मैंने बहुत बार अनुभव किया है, ഞങ്ങൾ ഒരുപാട് വട്ടം അനുഭവിച്ചിട്ടുണ്ട്. बहुत बार अनुभव किया है। ഒത്തിരി വട്ടം അനുഭവിച്ചിട്ടുണ്ട്. हालेलुया, खत्म करने का इरादा बनाकर वे आए थे, लेकिन परमेश्वर के इंटरवेंशन के कारण हम बच के वहां से निकल गए। നമ്മളെ തീർത്ത് കളയണമെന്ന് ചിന്തിച്ച് കടന്നു വന്ന ആളുകളുടെ ഇടയിൽ ദൈവം ഇടപെട്ടത് കൊണ്ട് ദൈവം ഹല്ലേലൂയ അവർ മടങ്ങി പോകുവാൻ लेकिन ഇടയായിട്ടുണ്ട്. हम उसका क्रेडिट ले लेते हैं, हमें उसके अंदर क्रेडिट लेने के लिए कुछ ही नहीं है। परमेश्वर यदि उस समय में इंटरवीन नहीं करता, तो हम कब का मिटा दिया जाता था। നാം അതിന്റെ പ്രശംസ അന്വേഷിക്കുന്നവരാണ്, ഏറ്റെടുക്കുവാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ ദൈവം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് രക്ഷയില്ലായിരുന്നു എന്ന് നാം ചിന്തിക്കണം. हालेलुया, ആമേൻ. यदि हम आज जिंदा हैं, तो परमेश्वर ने काफी बार इंटरवीन किया है। നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ദൈവം പലപ്പോഴും ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. हालेलुया, पहला कुरिन्थियों के पत्री उसके 15वें अध्याय उसके 9वें आयत की ओर हमारे ध्यान हम लेकर आएंगे। पहला कुरिन्थियों के पत्री उसके 15वें अध्याय उसके 9वें आयत की ओर। 1 കൊരിന്ത്യർ 15:9 ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനും അല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയാകട്ടെ. हालेलुया, प्रेरित पौलुस यहाँ पर कहने वाला शब्दों को हमने यहाँ पर देखा है। അപ്പോസ്തലനായ പൗലോസിന്റെ ശബ്ദമാണ് നമ്മൾ വായിച്ചത്. I am the least of the apostle करके वहां पर कहता है। ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. हालेलुया, लेकिन 12 चेलों से भी श्रेष्ठ कार्यों को पौलुस के द्वारा परमेश्वर जरूर कर रहा है। 12 ശിഷ്യന്മാരെക്കാളും വളരെ ശ്രേഷ്ഠകരമായ കാര്യങ്ങളാണ് പൗലോസിലൂടെ ദൈവം ചെയ്തത്. हालेलुया, यीशु के चेले 12 लोग बड़े नॉट एजुकेटेड नहीं थे, ऐसा भी कह सकते हैं कि वे अनपढ़ लोग थे। ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ നോക്കിയാൽ അവർ വലിയ കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസ യോഗ്യതകളും ഒന്നും ഉള്ളവരായിരുന്നില്ല. ഒരു പക്ഷേ അവർ പഠിക്കാത്ത ആളുകളായിരുന്നു ഇരിക്കാം. हालेलुया, ऐसा भी है कि वे मछली पकड़ने वाले लोग थे। majority of them, അതിൽ കൂടുതൽ ആൾക്കാരും മീൻപിടുത്തക്കാരായ വ്യക്തികളായിരുന്നു. हालेलुया, अनएजुकेटेड थे, लेकिन प्रेज़ लॉर्ड उनके बीच में प्रेरित पौलुस को परमेश्वर जरूर खड़ा कर रहा है। അവൻ വിദ്യാഭ്യാസവും ശരിയായി ലഭിക്കാത്ത അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പൗലോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. हालेलुया, पौलुस सेक्युलर डिग्री और थियोलॉजिकल डिग्री में PhD लिया है, सबसे ऊंचा एजुकेटेड व्यक्ति है प्रेरित पौलुस। എന്നാൽ പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഈ ലോകത്തിന്റെ നന്നായുള്ള എഡ്യൂക്കേഷൻ, തനിക്ക് വിദ്യാഭ്യാസം സെക്യുലർ ആയിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ വചനപരമായ അടിസ്ഥാനത്തിലും താൻ നന്നായി നല്ല ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്ത വ്യക്തിയാണ്. हालेलुया, हर एक बातों के बारे में अच्छा ज्ञान रखने वाला व्यक्ति है पौलुस करके हम जरूर पढ़ते हैं। സകല വിഷയങ്ങളിലും വളരെയധികം ആഴമായ അറിവുള്ളവനായിരുന്നു പൗലോസ്. और किसी के साथ यदि डिबेट करना है, तो प्रेरित पौलुस के सामने कोई भी जीत नहीं पाता है। ഒരു ഡിബേറ്റ് വെച്ചാൽ, ഒരു വാദവിവാദം വെച്ചാൽ അതിൽ പോലും ജയിപ്പാൻ പ്രാപ്തിയുള്ള അറിവുള്ളവനായിരുന്നു പൗലോസ്. लेकिन फिर भी पौलुस कहता है, आज मैं जो कुछ भी हूं वो परमेश्वर की कृपा के कारण ही हूं। उसके अलावा कुछ भी मुझे प्रशंसा करने के लिए नहीं है।
അത്രയ്ക്കും കഴിവും പ്രാപ്തിയുമുള്ള പൗലോസാണ് ഇവിടെ പറയുന്നത്, ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഞാനല്ല, അത് ദൈവത്തിന്റെ കൃപയത്രേ എന്ന് പറയുന്നു. वहां पर ऐसा भी 9वीं आयत में लिखा गया है कि आई डू नॉट डिजर्व टू बी कॉल्ड एज एन अपोस्टल, हालेलुया। एक प्रेरित करके बुलाए जाने का भी मुझ में कोई गुण नहीं है, कोई काबिलियत नहीं है करके प्रेरित पौलुस वहां पर कह रहा है। 9ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഞാൻ ഒരു അപ്പോസ്തോലൻ എന്ന പേരിന് പോലും യോഗ്യനല്ലെന്ന് താൻ പറയുകയാണ്. हालेलुया, बट बाय द ग्रेस, हालेलुया, परमेश्वर की उस कृपा के कारण मैं आज जो कुछ भी हूं वो परमेश्वर की कृपा के कारण ही हूं। എന്നാൽ ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ അത്രേ എന്ന് പൗലോസ് പറയുന്നു. हालेलुया, ആമേൻ. प्रेज द लॉर्ड, हालेलुया। उसे घमंड करने के लिए कोई भी बात नहीं है, बल्कि उसका घमंड का विषय केवल एक ही है, वो मैं परमेश्वर की कृपा के कारण हूं, जानते हुए परमेश्वर पर उसका प्रशंसा वो कर रहा है। തനിക്ക് സ്വന്തമായി പ്രശംസിക്കുവാൻ ഒന്നുമില്ല, ഒരു വിഷയത്തിലും താൻ പ്രശംസിക്കുന്നില്ല. താൻ പറയുക, എനിക്ക് എന്തെങ്കിലും പ്രശംസയുണ്ടെങ്കിൽ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിലും അവന്റെ കൃപയിലുമാകുന്നു. हालेलुया। हमें दूसरा कोरिन्थियों के पत्री उसके 12वें अध्याय उसके 6 आयत की ओर भी हमारे ध्यान हम लेकर आएंगे। 2 കൊരിന്ത്യർ 12:6, ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകിയില്ല, സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെ കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപ്പാടുകൾ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. हालेलुया। प्रेरित पौलुस कहता है कि मुझे घमंड करने के लिए, मुझे प्रशंसा करने के लिए बहुत कुछ है, लेकिन उस बातों में मैं कभी भी प्रशंसा नहीं ले रहा हूं। അവിടെ പൗലോസ് പറയുക, എനിക്ക് പ്രശംസിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് പ്രശംസിക്കുവാൻ കഴിയും, പക്ഷെ ഞാൻ അതിൽ ആമേൻ പ്രശംസിക്കുന്നില്ല. हालेलुया, प्रेज लॉर्ड। प्रेरित पौलुस का एक और काबिलियत ये है कि हालेलुया, वही एक प्रेरित है जिन्होंने जेंटाइल्स के लिए, अन्य जातियों को मसीह में लाने के लिए सबसे ज्यादा प्रयत्न किया है। അന്യജാതിക്കാരായിരിക്കുന്ന വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും കഠിന പ്രയത്നം ചെയ്ത അപ്പോസ്തലൻ. हालेलुया, सबसे ज्यादा अन्य जातियों को मसीह यीशु के सच्चाई को समझाने के लिए, बताने के लिए वो निकल पड़ा हुआ एक व्यक्ति है। അന്യജാതികളായിരിക്കുന്നവരോട് സുവിശേഷം പറയുവാൻ, യേശുവിനെ കുറിച്ച് സത്യം പറയുവാനായി ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ട അപ്പോസ്തലൻ. और उसके कारण काफी पीड़ाओं से होकर जाना पड़ा, काफी बार मार मिला है, काफी बार उनकी ओर पथराव हुआ है, और जब पत्थर मारा जाता है ऐसा लोगों ने कहा कि ये मर गया है सोचकर वहां से उसे छोड़कर चले गया था। ആ കാരണം നിമിത്തം അനേകം കഷ്ടങ്ങൾ അനുഭവിച്ചു, ഉപദ്രവങ്ങൾ അനുഭവിച്ചു, കല്ലേറുകൾ തനിക്കുണ്ടായി. കല്ലെറിഞ്ഞ് അവസാനം ആളുകൾ ഇട്ടിട്ട് പോയി, ഇവൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. हालेलुया, बहुत बातों का प्रशंसा करने के लिए पौलुस के पास है, लेकिन पौलुस कहता है यदि मैं प्रशंसा करता हूं वो मैं मेरे मसीह के नाम में मैं प्रशंसा कर रहा हूं। നോക്കിക്കഴിഞ്ഞാൽ പൗലോസിന് പ്രശംസിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും താൻ പറയുകയാ, ഇതിലൊന്നും ഞാൻ പ്രശംസിക്കുന്നില്ല, എന്റെ പ്രശംസ ക്രിസ്തുവിലും അവന്റെ കൃപയിലുമാണ്. हालेलुया। हम काफी अलग अलग स्टेट में सेवकाई के लिए ट्रांसफर होकर आए हैं। ശുശ്രൂഷയ്ക്കായി പല സ്റ്റേറ്റുകൾ മാറിയിട്ടുണ്ട്. अलग अलग जगहों में हमारा ट्रांसफर्स होते हैं। പല സ്ഥലങ്ങളിൽ നമ്മുടെ ട്രാൻസ്ഫർ ഉണ്ടായി. अलग अलग मेन सिटीज में भी हमारा सेवकाई हुआ है। വിവിധ പട്ടണങ്ങളിൽ ശുശ്രൂഷയ്ക്കായി പോയി. और आई मीन कभी यदि किसी के साथ मुलाकात होता है तो वो कहता है कि हम मुंबई वाले हैं, नहीं तो यूपी वाले हैं, तो हमें जल्दी से कनेक्ट हो जाता है क्योंकि हम वहां पर सेवकाइयां किया है। ആരെയെങ്കിലും കാണുമ്പോൾ ഞങ്ങൾ മുംബൈക്കാരാണ്, യുപിക്കാരാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവരുമായിട്ട് അങ്ങ് അടുക്കുവാനിടയാകും, കാരണം അവിടെ ശുശ്രൂഷിച്ചിട്ടുള്ളത് हम കൊണ്ട്. बैंगलोर में थे, लोग यदि बैंगलोर से मिले तो हमारा मन बहुत ही खुश हो जाता है। ബാംഗ്ലൂർ ഉണ്ടായിരുന്നത് കൊണ്ട് ബാംഗ്ലൂരുകാരെ കാണുമ്പോൾ വലിയ സന്തോഷം. अलग अलग सिटीज में सेवकाई करने के लिए परमेश्वर सहायता किया। വിവിധ പട്ടണങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിക്കും. और जब यूपी के बारे में बोलते हैं तो हम कहते हैं कि हमने वहां पर बहुत कष्ट उठाया है, परमेश्वर के लिए हमने बहुत दाम चुकाया है, बहुत ही प्रशंसा की बातें हम वहां पर कहने का कोशिश करते
हैं। യുപിക്കാരെ കുറിച്ച് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ പറയും യുപിയിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടം അനുഭവിച്ച് ശുശ്രൂഷിച്ചതാണ്, യുപിയിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പ്രശംസിക്കും. लेकिन पौलुस ऐसे कोई भी बातें नहीं कहता എന്നാൽ है। പൗലോസിന് അങ്ങനെയുള്ള യാതൊരു സംസാരവുമില്ല. ये सब कुछ झेलने के बाद भी पौलुस कहता है, मैं आज यदि कुछ हूं तो वो परमेश्वर की कृपा के कारण हूं। ഇതെല്ലാം സഹിച്ച പൗലോസ് പറയുകയാണ്, ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. हालेलुया। पौलुस कहता है कि मेरा बल मेरा परमेश्वर है। പൗലോസ് പറയുക, എന്റെ ബലം എന്റെ കർത്താവിലാ. हालेलुया। मेरे ऊपर मुझे प्रशंसा करने के लिए कुछ भी नहीं है। यदि कुछ भी बातें हैं तो वो मेरा परमेश्वर के नाम में ही मेरा बल और मेरा प्रशंसा है। എനിക്ക് എന്നിൽ തന്നെ പ്രശംസിക്കുവാൻ ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ എന്റെ ബലം എന്റെ കർത്താവാണെന്ന് പൗലോസ് പറയുന്നു. हालेलुया। उसके 9वीं आयत की ओर हमारे ध्यान हम लेकर आएंगे। 9ാമത്തെ വാക്യം, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, हम्म। എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ प्रशंसिക്കും. हालेलुया। मेरे बलहीनताओं में मैं प्रशंसा लेता हूं क्योंकि परमेश्वर का शक्ति, परमेश्वर का सामर्थ्य मुझ पर हर एक बार प्रबल होते जाए। എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും, കാരണം എന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി അതെന്റെ മേൽ കടന്നു വരും. हालेलुया। मेरे बुद्धि और मेरे समझ के अनुसार नहीं, बल्कि परमेश्वर जब मुझे नियंत्रण करता है, मेरा बल, मेरा लॉर्ड भरोसा हर एक समय मेरा परमेश्वर का ऊपर ही है। എന്റെ നിർബലതയിൽ, എന്റെ ശക്തിയില്ലായ്മയിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവന്റെ ശക്തി എന്റെ മേൽ പകരപ്പെടും. हालेलुया। जिसका बल परमेश्वर पर है वो भाग्यशाली है करके भजन संहिता लिखने वाला कहता है। നമ്മൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിച്ചു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. क्या हमारा बल हमारा परमेश्वर के ऊपर है? നമ്മുടെ ബലം നമ്മുടെ കർത്താവാണ്. हालेलुया। कष्ट आता है, क्लेश आता है, सहने से परे हो जाता है, लेकिन परमेश्वर हमें उसके लिए कृपा देने वाला परमेश्वर है। പലപ്പോഴും കഷ്ടങ്ങളും വേദനകളും സഹിക്കുവാൻ കഴിയാത്ത പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ബലം കർത്താവായിരിക്കട്ടെ. आमीन। मैं जब कमजोर हूं तो परमेश्वर उसका कृपा देते हुए मुझे बल देने वाला എന്റെ परमेश्वर है। ബലഹീനതയിൽ അവന്റെ കൃപ തന്നെ എന്നെ ബലപ്പെടുത്തുന്ന ദൈവം. हालेलुया। प्रेसुर 3 बार पौलुस प्रार्थना कर रहे हैं कि खुदा हो सके तो ये कष्ट मुझसे हट जाए, लेकिन परमेश्वर उसका कष्ट नहीं हटाता है, उसका क्लेश नहीं हटाता है, बल्कि परमेश्वर कहता है कि मेरा कृपा तेरे लिए काफी है। പൗലോസ് തന്റെ ശൂലം മാറുവാനായി 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചിട്ടും ദൈവം അത് മാറ്റിയില്ല. ദൈവം പറയുക, എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ എന്റെ ആമേൻ ഹല്ലേലൂയ ശക്തി നിനക്ക് ലഭിക്കുവാനിടയായി. तेरे कमजोरी में मेरा बल काफी है तुझे शक्ति देने के लिए। നിന്റെ ബലഹീനതയിൽ എന്റെ ബലം, എന്റെ ശക്തി നിനക്ക് മതി അതിനെ അതിജീവിക്കുവാൻ. हालेलुया। ताकि तू घमंड ना करे, अपने आप पर तू घमंड ना करे। इसके लिए परमेश्वर हमें छोटे छोटे बातें हमारे जिंदगी में देता है ताकि हमारा भरोसा परमेश्वर पर हर एक समय भरते रहे। നീ നിന്നിൽ തന്നെ പ്രശംസിക്കാതിരിക്കുവാൻ, നിന്റെ ആശ്രയം നിന്നിൽ തന്നെ ആയി പോകാതിരിപ്പാൻ ദൈവം ചില ശൂലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. परमेश्वर ने यदि हमारे जिंदगी में छोटा छोटा ताड़ना दे रहा है तो एक बात में हम घमंड करना है कि परमेश्वर में नहीं भूला है, बल्कि हर एक समय हमें वो स्मरण कर रहा है। ചെറിയ ചെറിയ ശിക്ഷകളും ബാലശിക്ഷകളും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ആമേൻ നമ്മൾ അറിയണം, ദൈവം നമ്മളെ മറന്നിട്ടില്ല, ദൈവത്തിന്റെ സ്നേഹം നമ്മോടുണ്ട്. हालेलुया। उस परमेश्वर हमारा बल बनने पाए। ആ ദൈവം നമ്മുടെ ബലമാകട്ടെ. शद्रक मेशक अबेदनगो उसे जब आग के भट्टी में डाल रहा है, उन्हें पता है कि हमारा बल हमारा परमेश्वर है, इसके लिए चाहे आग में भी डाल दे, लेकिन परमेश्वर हमारा बल बनते हुए हमें संभालने वाला परमेश्वर है। ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീയിലിടുമ്പോഴും അവർക്കൊരു സത്യം അറിയാമായിരുന്നു, തീയിൽ ഞങ്ങളെ എറിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ദൈവമാണ് ഞങ്ങളുടെ ബലം എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. दानियल को जब सिंह के गुफा में डाला जा रहा है, दानियल के अंदर एक कॉन्फिडेंस है कि हालेलुया, जो परमेश्वर हालेलुया जिसका आराधना मैं करता हूं, वो परमेश्वर उस स्थितियों में भी मुझे बचाने के लिए सर्वशक्तिमान परमेश्वर है। സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാവീദിനെ ദാനിയേലിനെ എറിയുമ്പോഴും ദാനിയേലിന് ഒരു ഉറപ്പുണ്ടായിരുന്നു,
ആമേൻ, ദൈവം തന്നെ അതിന്റെ നടുവിൽ നിന്നും വിടുവിക്കും, ദൈവം തന്റെ ബലമായിരിക്കും എന്ന ഒരു ഉറപ്പ് ദാനിയേലിനുണ്ടായിരുന്നു. सिंह का सृष्टि किया हुआ परमेश्वर मेरा बल है, वो सिंह का मुंह बंद कर देगा। हालेलुया, दानियल के अंदर का कॉन्फिडेंस रहा है। സിംഹത്തെ സൃഷ്ടിച്ച ദൈവം സിംഹത്തിന്റെ വായടയ്ക്കുവാൻ ബലമുള്ളവനാണ്, പര്യാപ്തനാണെന്നുള്ള ഒരു ധൈര്യം ധൈര്യം താൻ ദാനിയേൽ പ്രാപിക്കുവാനിടയായി. हालेलुया, प्रेज़ लॉर्ड। हमारे प्रतिकूल अवस्था है, हमारे लिए आमीन, हमारे खिलाफ उठने वाले बातें कितना भी सामर्थ्य है करके हमें लगता होगा, लेकिन परमेश्वर जब तक हमारा बल है, वो हमारे लिए युद्ध लड़ने वाला परमेश्वर है। നമുക്കെതിരെയുള്ള പ്രശ്നം എത്ര വലുതാണെന്നും എത്ര ശക്തമാണെന്നും നമ്മൾക്ക് തോന്നിയാലും ദൈവം നമ്മുടെ ബലമായിരിക്കുന്നിടത്തോളം ദൈവം അതിനെ ആമേൻ കീഴ്പ്പെടുത്തി തരുവാൻ, അതിൽ ജയം തരുവാനിടയാകും. My God is stronger than the lions. हालेलुया, मेरा परमेश्वर उस सिंह से भी सामर्थ्य है, हम जानना बहुत जरूरी है। നമ്മൾക്കെതിരെയുള്ള പ്രതികൂലത്തെക്കാൾ നമുക്കെതിരെ നിൽക്കുന്ന ആ സിംഹത്തെക്കാളും വലിയവനാണ്, അതിന്റെ സൃഷ്ടിതാവാണ് ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കണം. My Lord is stronger than the cancer. उस बीमारी से भी हमें सर्वशक्तिमान है मेरा परमेश्वर, हम जानना बहुत जरूरी है। ഈ ക്യാൻസർ രോഗത്തെക്കാളും ശക്തനാണ് എന്റെ ദൈവം എന്ന ഒരു വിശ്വാസവും ഉറപ്പും अब നമ്മൾക്കുണ്ടായിരിക്കണം. होकर जाने वाला उस तनाव से भी सर्वशक्तिमान है मेरा परमेश्वर, आज हम उसे जानना बहुत जरूरी നാം है। കടന്നു പോകുന്ന ആ ഏതൊരു പ്രയാസത്തെക്കാളും വലിയവനും സർവശക്തനുമാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിപ്പാൻ കഴിയണം. जिसका आप सामना कर भी नहीं पा रहे हैं, जिसका आप तुलना कर नहीं पा रहे हैं, जिस बातों को आप देखकर डरते हुए आप पीछे हटना चाहते हैं, हालेलुया, सुबह के वक्त हियाव के साथ कहना चाहूंगा कि उससे भी सामर्थ्य है मेरा परमेश्वर, वो आपको उस स्थितियों के बीच में से हालेलुया बचाकर बाहर लेकर आने वाला परमेश्वर है। നമുക്ക് നേരിടുവാൻ കഴിയുന്നില്ല, നമ്മളെ കൊണ്ട് ആകത്തില്ല എന്ന് നാം ചിന്തിക്കുന്ന, നാം അഭിമുഖീകരിക്കുന്ന എത്ര വലിയിരുന്ന പ്രശ്നമായിരുന്നാലും ദൈവത്തിൽ ആശ്രയം വെച്ചാൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പ്രാപ്തനും ശക്തനുമാണ് നമ്മുടെ ദൈവം എന്ന് ഉറച്ചു വിശ്വസിക്കട്ടെ. परमेश्वर हमारा बल है, परमेश्वर हमारा बल है, उस परमेश्वर पर हमारा भरोसा रखना बहुत जरूरी है। നമ്മുടെ ബലം നമ്മുടെ ദൈവമാണ്, നമ്മുടെ ബലം നമ്മുടെ ദൈവമാണ്, എന്നാൽ അവനിൽ നാം ആശ്രയിക്കണം. Blessed is the man whose strength is in the Lord. हालेलुया, वही भाग्यशाली व्यक्ति है। इस संसार में लॉटरी लेने वाला व्यक्ति नहीं है भाग्यशाली, बैंक बैलेंस रखने वाला व्यक्ति नहीं है भाग्यशाली, बल्कि जिसका बल परमेश्वर पर है वही भाग्यशाली है, परमेश्वर का वचन में कहता है। ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ലോട്ടറി എടുക്കുന്നവനോ ബാങ്കിൽ പണം സൂക്ഷിക്കുന്നവനോ അല്ല ഭാഗ്യശാലി, കർത്താവിൽ ആശ്രയം വെക്കുകയും അവൻ തന്നെ നമ്മുടെ ബലമായിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് വചനം പറയുന്നു. हालेलुया, आज शायद हम अपने बल पर खड़े हो पा रहे होंगे और उस पर यदि हम घमंड कर पा रहे होंगे, लेकिन कल खड़े रहना जरूरी नहीं है हमारा बल हमारा परमेश्वर होने पाए। ഇന്നൊരു പക്ഷേ നമുക്ക് നിൽക്കുന്നുവെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, നാം നമ്മുടെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് നാം പ്രശംസിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നാളെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. इसके लिए परमेश्वर के बल पर हमारा भरोसा रखना जरूरी है। അതുകൊണ്ട് ദൈവത്തിൽ നമ്മുടെ ബലം നമ്മൾക്ക് അർപ്പിക്കാം. पौलुस कहता है कि मैं आज जो कुछ भी हूं परमेश्वर की कृपा के कारण। പൗലോസ് പറയുന്നത് പോലെ ഞാൻ എന്തെങ്കിലും ഇന്നായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയാലാണ്. My grace is sufficient for you परमेश्वर, हालेलुया। पौलुस से कहता है कि मेरा कृपा तेरे लिए काफी है, तेरे बलहीनताओं के बीच में हालेलुया वो तुझे सामर्थ्य देने वाला है। എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നെന്ന് പൗലോസിനോട് ദൈവം പറഞ്ഞു. शाऊल जिसके बारे में घमंड कर रहा था, उसके घमंड तोड़ने के लिए एक गोलियत काफी था। ഏത് വിഷയത്തിൽ ശൗൽ അഹങ്കരിച്ചോ അവന്റെ അഹങ്കാരം തകർക്കുവാൻ ആ ഗോലിയാത്ത് വന്ന് നിന്നു. लेकिन उससे भी छोटा सा एक बालक हालेलुया जब परमेश्वर पर बल प्राप्त किया, उसने उस गोलियत को हरा डाला। എന്നാൽ അതിലും ചെറിയ ഒരു ബാലനായിരിക്കുന്നവൻ ദൈവത്തിൽ ആശ്രയം വെച്ചപ്പോൾ ഗോലിയാത്തിനെ അവൻ വീഴിക്കുവാനിടയായി. हमें लगता होगा कि हम इनसिग्निफिकेंट है, हमें वो काबिलियत नहीं है, हमारे अंदर वो बल नहीं है, सामना करने का शक्ति नहीं है। कोई बात नहीं, सामर्थ्य परमेश्वर हमारे साथ है, हमारा बल वो है, तो वो हमारे लिए युद्ध लड़ने वाला परमेश्वर है। നാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ അശക്തരാണ്, അപ്രാപ്തരാണ്, നമ്മൾക്ക് വലിയ കഴിവൊന്നും പറയുവാനില്ലെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയം വെച്ചാൽ
ദൈവം നമുക്ക് വിജയം തരുവാനിടയാകും. याकूब का परमेश्वर हमारा भी परमेश्वर है। യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. जिस परमेश्वर ने याकूब के लिए बातें करने के लिए तैयार हो गया लाबान से, वही परमेश्वर हमारे लिए भी बातें करने वाला परमेश्वर है। യാക്കോബിന് വേണ്ടി ലാബാനോട് രാത്രി സംസാരിച്ച ദൈവത്തിന് നമുക്ക് വേണ്ടിയും സംസാരിപ്പാൻ കഴിയും. इसके लिए निडर होते हुए हम सामना करें, हम आगे बढ़े, हमारा बल हमारा परमेश्वर बनने पाए। അതുകൊണ്ട് പേടിയില്ലാതെ ഭയമില്ലാതെ മുന്നോട്ട് നമുക്ക് പോകാം. നമ്മുടെ ബലം നമ്മുടെ इस ദൈവമായിരിക്കട്ടെ. वचनों के द्वारा परमेश्वर सबको अनुग्रह और आशीषों से भरने ഈ पाए। വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ऐसे अवसर दिया परमेश्वर की आदरणीय दासों को हृदय की गहराई से धन्यवाद देते। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए, आगे के दिनों में परमेश्वर हमारा बल बनने पाए। गॉड ब्लेस यू ऑल। आमेन, आमेन, आमेन। प्रेज സ്തോത്രം.